സംഘർഷ സാഹചര്യം പൂർണ്ണമായി ഒഴിഞ്ഞതോടെ ഇന്ത്യ പാക് അതിർത്തികൾ ശാന്തമാണ്. ജമ്മു, സാംബ, അഖ്നൂർ, കതുവ എന്നിവിടങ്ങളിൽ ഡ്രോണുകൾ ആദ്യം കണ്ടതിന് ശേഷം ഡ്രോൺ കണ്ടിട്ടില്ല എന്ന് ഇന്ത്യൻ സൈന്യം തന്നെ അറിയിക്കുന്നുണ്ട്. വെടിനിർത്തൽ സാഹചര്യം നിലനിൽക്കുന്നുവെന്നും സൈന്യം അറിയിച്ചു. പഞ്ചാബിലെ അമൃത്സർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ജാഗ്രതയും നിയന്ത്രണങ്ങളും തുടരുകയാണ്. മേഖലയിൽ ബ്ലാക്ക് ഔട്ട് നിലനിൽക്കുന്നുണ്ട്. ജമ്മുകാശ്മീരിൽ അതിർത്തി ജില്ലകൾ ഒഴികെയുള്ള മേഖലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് തുറക്കും. രാജസ്ഥാനിലെ ബാർമേറിലും ഇന്നു മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കും. നമ്മുടെ പ്രതിനിധികൾ വിവിധ പ്രദേശങ്ങളിലായുണ്ട്. ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ നിന്ന്, വിനീത വിജി അമൃത്സറിൽ നിന്ന്, അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന്, അനിൽ വാസുദേവ് ജയ്സാൽമേറിൽ നിന്ന്. അപ്പോൾ ആദ്യം നമുക്ക് പോകേണ്ടത് ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ശ്രീനഗറിലാണ് ബൽറാം ഉള്ളത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ശ്രീനഗർ പുതിയ പുലരിയിലേക്ക് ഉണർന്നു വരുമ്പോൾ അവിടെ നിന്ന് പറയാനുള്ളത് എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഇവിടെ ശ്രീനഗറിൽ ശാന്തമാണ്. സ്ഥിതിഗതികൾ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും തന്നെയില്ല. മറ്റ് ആകാശത്ത് നിന്നും ഡ്രോൺ സാന്നിധ്യവും മറ്റ് പ്രശ്നങ്ങളോ യാതൊന്നും തന്നെ ഇന്നലെയും ശ്രീനഗറിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതേസമയം മറ്റിടങ്ങളിൽ സമാനമായി ഡ്രോൺ സാന്നിധ്യമുണ്ടായതായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വ്യോമ പ്രതിരോധ സംവിധാനം ഈ ഡ്രോണുകളെ നേരിടുന്ന ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുകയും അത് വാർത്താ ഏജൻസികൾ അതിൻ്റെ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ശ്രീനഗർ പൂർണ്ണമായും ശാന്തമാണ്. ജനജീവിതം സാധാരണ നിലയിലേക്ക് ഏതാണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേർ തെരുവുകളിൽ കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞു. കൂടാതെ കടകമ്പോളങ്ങൾ കൂടുതലായി തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും ആശ്വാസകരമായ കാഴ്ച എന്നുള്ളത് ഈ കശ്മീർ മേഖലയിലെ ജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങുന്നു. ഈ ആശങ്കയെ തുടർന്ന് അതിർത്തി മേഖലയിലെ വീടുകൾ ഉപേക്ഷിച്ച് പോയ ആളുകൾ തിരിച്ചെത്തുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ ഉറി മേഖലയിൽ കണ്ടത്. ഇവർ ബാരാമുള്ളയിലോ ശ്രീനഗറിലോ ഉള്ള ബന്ധുവീടുകളിലോ മറ്റ് ക്യാമ്പുകളിലോ താമസിച്ചിരുന്ന ഇവർ മടങ്ങിയെത്തുകയാണ്. അതിൽ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച എന്നുള്ളത് പലരും ഈ ആക്രമണം തുടങ്ങിയ ആദ്യ ദിവസമോ രണ്ടാം ദിവസമോ അവിടെ നിന്നും മടങ്ങിയവരാണ്. അവർ തിരികെ എത്തുന്ന ഘട്ടത്തിൽ പാടെ തകർന്ന വീടുകൾ, താമസയോഗ്യമല്ലാത്ത വീടുകൾ മറ്റും കാണുന്നത് ഹൃദയഭേദകമായ കാഴ്ച തന്നെയാണ്. അത്തരത്തിലുള്ള വീടുകൾ ഉൾപ്പെടെ വൃത്തിയാക്കി അവർ വീണ്ടും താമസത്തിനുള്ള സൗകര്യം ഒരുക്കുന്ന തിരക്കിലാണ്. ഇതിൽ 10% പേർ മാത്രമാണ് ഇതുവരെ മടങ്ങിയെത്തിയിരിക്കുന്നത് എന്നുമുള്ള ഒരു സാഹചര്യമുണ്ട്. മറ്റുള്ളവരുടെ ആശങ്ക അകന്നു വരുന്നതേ ഉള്ളൂ. അവർ പതിയെ വീടുകളിലേക്ക് മടങ്ങിയെത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഈ വീട് തകർക്കപ്പെട്ട, സ്വത്തുക്കൾ നശിപ്പിക്കപ്പെട്ട ആളുകൾക്കുള്ള സഹായ വിതരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലഫ്റ്റനന്റ് ഗവർണറുടെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. പൂർണ്ണമായും വീട് തകർന്നവർക്ക് 10 ലക്ഷവും ഭാഗികമായി തകർന്നവർക്ക് 5 ലക്ഷം അടക്കമുള്ള ധനസഹായമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ വിതരണം ആരംഭിച്ചു വരുന്നു. ഒപ്പം തന്നെ നിലവിലുള്ള നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പും പുരോഗമിച്ചു വരുന്നതേയുള്ളൂ. അത് അതിർത്തി മേഖലയിൽ, ഉറി അടക്കമുള്ള മേഖലയിൽ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള കണക്കെടുപ്പ് അടക്കമുള്ള നടപടികൾ അത് സജീവമായി തന്നെ പുരോഗമിക്കുകയാണ്. അതിൻ്റെ ക്രിസ്റ്റീന, മറ്റൊരു വിഷയം എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ ഡ്രോൺ സാന്നിധ്യത്തെ തുടർന്ന് ഇൻഡിഗോ അവരുടെ സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. വടക്ക് പടിഞ്ഞാറൻ മേഖലയിലുള്ള വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകൾ ഇന്നലെ വൈകിട്ടോടുകൂടി ശ്രീനഗറും ജമ്മുവും അമൃത്സറും അടക്കമുള്ള വിമാനത്താവളങ്ങളിലെ വിമാന സർവീസുകൾ വീണ്ടും പുനരാരംഭിക്കുന്നതിനായി നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സർവീസുകൾ പുനരാരംഭിച്ചുവെങ്കിലും ഇന്നലെ രാത്രി ഡൽഹിയിൽ നിന്നും അമൃത്സറിലേക്കുള്ള വിമാനം തിരിച്ച് പോകേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അമൃത്സറിൽ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയതായുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഇൻഡിഗോ തങ്ങളുടെ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകൾ ഈ മാസം 13 വരെ നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം അറിയിച്ചിരിക്കുന്നത്. മറ്റ് സാഹചര്യങ്ങളെല്ലാം തന്നെ സമാധാനപരമായി പുരോഗമിക്കുകയാണ് ജമ്മു കശ്മീരിൽ. അതേസമയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടഞ്ഞു കിടക്കും എന്ന സർക്കാരിൻ്റെ ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ശ്രീനഗറിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി പോകുന്നത് അജീഷ് ജയകുമാറിലേക്കാണ്. ഡൽഹിയിൽ നിന്നാണ് അജീഷ് ചേരുന്നത്. അജീഷ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ സൈനിക തല ചർച്ചകളൊക്കെ നടന്നിരുന്നു. പക്ഷേ അത് ഒരു ഹ്രസ്വ ചർച്ചയായിരുന്നു. അത് പെട്ടെന്ന് തന്നെ അവസാനിക്കുകയും ചെയ്തു. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രിയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഈ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള സൈനിക നടപടിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു. എന്താണ് നിലവിൽ ഡൽഹിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം? ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അതിപ്പോഴും ഇനിയും പുരോഗമിക്കുമോ? എങ്ങനെയാണ്?
പ്രവിധ, എന്തായാലും ഈ പാകിസ്ഥാനുമായുള്ള സൈനികതല ചർച്ചകളൊക്കെ വീണ്ടും തുടരും. കാരണം അതിർത്തിയിൽ ഇപ്പോഴും അത് പൂർണ്ണമായി സമാധാനം പ്രാബല്യത്തിലായിട്ടില്ല. അതുകൊണ്ടാണ് DGMO തല ചർച്ചകൾ തുടരുന്നത്. ഇന്നലെയും ഇതേപോലെ വൈകുന്നേരം DGMO തല ചർച്ച നടന്നിരുന്നു. പ്രധാനമായും അതിർത്തിയിലെ സമാധാനം, അതിനെക്കുറിച്ചായിരുന്നു ഈ ചർച്ച നടന്നത്. അതിർത്തിയിലെ സേനാ വിന്യാസം അത് പഴയ നിലയിലാക്കുക, അതായിരുന്നു പ്രധാനമായും ആവശ്യപ്പെട്ടത്. അത് രണ്ട് രാജ്യങ്ങളും പഴയ നിലയിൽ എങ്ങനെയാണോ കരസേനകൾ ഉണ്ടായിരുന്നത് അതേ നിലയിലേക്ക് തിരികെ പോവുക, ഇതിനെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. പിന്നീട് അത് മാത്രമല്ല, പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും പ്രകോപനമുണ്ടായാൽ ഇന്ത്യയുടെ മറുപടി എന്തായിരിക്കുമെന്നും അവർ പറയുകയുണ്ടായി. കൂടാതെ സീസ് ഫയർ ധാരണയായതിനു ശേഷം പാകിസ്ഥാൻ ലംഘിച്ചതിന് ഇന്ത്യ അതിന് പ്രതിഷേധവും അറിയിക്കുകയും ചെയ്തു. എന്തായാലും അതിർത്തിയിൽ ഇന്നലെ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സ്ഥിതിഗതികൾ ശാന്തമാണെന്ന്, പിന്നീട് ഈ ഡ്രോണുകളൊന്നും കണ്ടില്ലെന്ന് ആർമി തന്നെ സ്ഥിരീകരിക്കുകയുണ്ടായി. എന്തായാലും അതിനുശേഷം പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗമുണ്ടായിരുന്നു. പ്രസംഗം വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷ തന്നെ വലിയ വ്യത്യാസമായിരുന്നു. സാധാരണ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ വളരെ ശാന്തമായി നിന്നാണ് പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. പക്ഷേ ഇത്തവണ അത് അദ്ദേഹത്തിന്റെ ശരീരഭാഷ പരുഷമായിരുന്നു. ശക്തമായ താക്കീത് നൽകുന്ന രീതിയിലായിരുന്നു. ഒരുപക്ഷെ ആണവ ഭീഷണി പോലും വകവയ്ക്കാതെ, അതൊന്നും പേടിക്കാതെ ഇന്ത്യ നേരിടുമെന്നുള്ള രീതിയിലായിരുന്നു. ഭീകരതയ്ക്കെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനി പാകിസ്ഥാനുമായി ഏതെങ്കിലും തരത്തിൽ ഒരു ചർച്ച ഉണ്ടെങ്കിൽ അത് ഭീകരതയ്ക്കെതിരെയും POKയ്ക്കും വേണ്ടിയിട്ടായിരിക്കും. മാത്രമല്ല, മറ്റ് രാഷ്ട്രീയമായിട്ടും നയതന്ത്രതലത്തിലും ഉണ്ടാക്കിയ ഒരു തരത്തിലുള്ള ബന്ധവും ഇനി ഉണ്ടാകില്ല. രക്തവും ജലവും ഒരുമിച്ച് ഒരിക്കലും ഇനി ഒഴുക്കാനാകില്ല തുടങ്ങിയ ശക്തമായ വാക്കുകളാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതിനുശേഷമായിരുന്നു അതിർത്തിയിൽ ചില ഡ്രോണുകളുടെ സാന്നിധ്യമൊക്കെ ഉണ്ടായത്. എന്തായാലും ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം വലിയ ഒരു ആഘോഷമാക്കാൻ BJPയും നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. അവർ ഇന്ന് ഒരു തിരംഗ യാത്ര രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് 11 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. രാജ്യത്തുടനീളം കേന്ദ്രമന്ത്രിമാരും അവരുടെ BJPയുടെ മുതിർന്ന നേതാക്കളടക്കമുള്ളവർ ഇതിൽ പങ്കെടുക്കും. പ്രധാനമായും ഈ സിന്ധൂറിലൂടെ രാജ്യം നേടിയ വിജയം, അത് ഭീകരാക്രമണം, ഇതിനെക്കുറിച്ച് ജനങ്ങളെ അവബോധമുണ്ടാക്കുക, ഇതാണ് ഈ യാത്രയുടെ ഉദ്ദേശം. എന്തായാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരത്തെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ചില യാത്രകൾ രാജ്യത്തുടനീളം നടത്തിയിരുന്നു. എന്തായാലും ഇപ്പൊ ഏറ്റവും ഒടുവിലാണ് BJPയും ഇത്തരത്തിൽ യാത്ര നടക്കുന്നത്. കൂടാതെ ഈ അമേരിക്കയുടെ ഇടപെടൽ ഈ സീസ് ഫയറിൽ ഉണ്ടായത്, ഇതിനെക്കുറിച്ചുള്ള ചോദ്യവും നിലനിൽക്കുകയാണ്. അമേരിക്ക എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സീസ് ഫയർ ഇടപെട്ടതെന്നുള്ള കാര്യം അതും പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്താൽ മാത്രം പോരാ, തങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൂടി മറുപടി നൽകണമെന്ന് കഴിഞ്ഞ ദിവസം CPM ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ പ്രസ്താവന ഇറക്കിയിരുന്നു. എന്തായാലും പ്രത്യേക പാർലമെന്റ് സമ്മേളനം സെഷൻ വിളിച്ചു ചേർത്ത് ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഉണ്ടായ മുഴുവൻ കാര്യങ്ങളും വിശദീകരിക്കണമെന്ന് തന്നെയാണ് പ്രതിപക്ഷം, കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. രാജ്യം സാവധാനം ശാന്തതയിലേക്കും സമാധാനത്തിലേക്കും ഒക്കെ വരികയാണ് എന്ന റിപ്പോർട്ടാണ് അജീഷ് പറയുന്നത്.